സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതകത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ വാമനമൂർത്തി മനോഹരമായിട്ടുള്ള വാമന സ്വരൂപത്തോട് കൂടിയിട്ട് മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് വന്നു. സ്വീകരിച്ചിരുത്തി കാല് കഴുകി പാദപ്രക്ഷാളനം ചെയ്ത് ആ തീർത്ഥം തൻ്റെ ശിരസിലും ബാക്കിയുള്ളവരുടെ ശിരസിലും തളിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ തമ്മിലുള്ള സംഭാഷണമാണ്. പ്രീത്യാദേത്യ തവതനുമക പ്രേക്ഷണാത് സർവഥാഭി ത്വാമാരാധ്യന്നജിതരജയൻ അഞ്ജലിൻ സഞ്ജഗാത. മന്ദാക്രാന്ത എന്ന വൃത്തമാണ്. മന്ദാക്രാന്ത അതേപോലെ തുടങ്ങുക. പ്രീത്യാദേത്യ മന്ദാക്രാന്ത മത്തക്കിന്തേ മന്ദാക്രാന്ത. ആ തുടങ്ങുന്ന മന്ദാക്രാന്ത എന്നിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പറയും. പ്രീത്യാദേത്യ തപതനുമക പ്രേക്ഷണാത് സർവഥാപി ത്വാമാരാധ്യന്നജിതരജയൻ അഞ്ജലിം സഞ്ജഗാത. മത്തക്കിം ദേതമഭിലഷിതം വിപ്രസൂനോപദത്വം വിത്തം ഭക്തം ഭവനമവനിം വാപി സർവം പ്രസാദ്യേ. ഹേ അജിതാദേത്യ, ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ് കേട്ടോ. കവിയുടെ വിളിയാണ് അജിത എന്ന സംബോധന. അല്ലയോ ഭഗവാനെ, ആ ദൈത്യൻ അസുരനായ മഹാബലി തവ തനു മഹപ്രേക്ഷണാത്, നിന്തിരുവഴിയുടെ ശരീരത്തിൻ്റെ തേജസ് കണ്ടിട്ട് വല്ലപോലെ ആനന്ദം കൊണ്ടു. ഭഗവാനെ കണ്ട ആർക്കും ആനന്ദം ഇല്ലാണ്ടിരിക്കുക. ആകെ ആനന്ദമുള്ളത് അതേ ഉള്ളൂ ജീവിതത്തിൽ. മറ്റുള്ളവർക്ക് ദുഃഖമല്ലേ കിട്ടുള്ളൂ. ഈശ്വര ദർശനത്താൽ തന്നെ സന്തുഷ്ടനായിട്ടുള്ള മഹാബലി പ്രീത്യാ സർവഥാ അഭി, എല്ലാ പ്രകാരത്തിലും നിന്തിരുവടിയെ സന്തോഷിപ്പിക്കണം. ഭഗവാൻ പ്രസാദിച്ചാൽ പിന്നെ എന്താ വേറെ വേണ്ടത്? അതാണ് ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത്. ഈശ്വരപ്രസാദം നേടാൻ കഴിയാത്തവർക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പം എങ്ങനെ ഈ ഭഗവാനെ സന്തോഷിപ്പിക്കുക? ഭഗവാനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ വ്യക്തമാക്കിയിട്ടൊന്നുമില്ല. എന്തായാലും ഭഗവാനാണല്ലോ. അറിഞ്ഞ് ചെല്ലിയാലും നാമത്തിന് ബലമുണ്ടെന്ന് പറയുണ്ടായി. അറിയാതെ ചെല്ലിയാലും നാമത്തിന് ബലമുണ്ട്. അറിയാണ്ടാണെങ്കിലും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ആ വിപ്രനെ സന്തോഷിപ്പിക്കാൻ എന്ന ഭാവേനയാണെങ്കിലും സന്തോഷിക്കണത് ആരാ? ഭഗവാനാണ്. അതാണ് ഇവിടെ പ്രീത്യാ സർവഥാപി ത്വാമാരാധ്യൻ, എല്ലാ പ്രകാരത്തിലും അങ്ങേ ആരാധിച്ചു, ഒരു പഴുതുപോലും കൊടുക്കാതെ. അഞ്ജലിൻ്റെ ജയൻ സഞ്ജഗാഥ, രണ്ട് കയ്യും കൂപ്പി, കയ്യാണ് കൂപ്പി. ആ ബ്രഹ്മചാരിയെ കണ്ട ആർക്കാ കൈ കൂപ്പാണ്ടിരിക്കാൻ തോന്നുക? അഞ്ജലിൻ്റെ ജയൻ സഞ്ജഗാഥ, രണ്ട് കയ്യും കൂപ്പിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? മത്തക്കിന്തേ സമബലഷിതം. മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് എന്നാണ് കേട്ടോ അവിടെ അർത്ഥം. പല അർത്ഥമുണ്ട് മത്താൻ. ക്രിയയായിട്ടും പാർട്ടിസിപ്പിളൊക്കെ ആയിട്ട് വേറെ അർത്ഥങ്ങളാണ് വരിക. മതിച്ചവൻ എന്നൊക്കെ വരും. ഇവിടെ അതല്ല, എന്നിൽ നിന്ന് ഷഷ്ടിയോ മറ്റോ വിഭക്തിയാണോ വരിക, കാരണം ഓർമ്മയില്ല. മത്ത എന്നിൽ നിന്ന്. തേ സമബലഷിതം കിം, എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? മത്ത എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഹേ വിപ്രസൂനോ, സൂനോ ചെറിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ, ബ്രാഹ്മണകുമാര പറയൂ. ത്വം വദ, വദ മീൻസ് പറയൂ. അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് വേണമെങ്കിലും തരാം, തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കണം. വിപ്രസൂനോത്വം വദ, ഏ ബ്രാഹ്മണക്കുട്ടി അങ്ങ് പറയൂ. എന്തൊക്കെയാ? വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രസാദ്യേ. വിത്തം ധനം, ഭക്തം ചോറ് അല്ലെങ്കിൽ അന്നം, ഇതിനാണ് പുസ്തകത്തിൽ ഭക്തം എന്ന് പറയുക. ഭക്തം അന്നം. ഭവനം താമസിക്കാൻ വീടില്ല, അങ്ങനെയുണ്ടോ? അവനി ഇത്തിരി ഭൂമിയാണോ വേണ്ടത്?
വാ അപി സർവം പ്രസാദ്യേ, എന്ത് വേണമെങ്കിലും ഞാൻ അങ്ങേക്ക് തരാം എന്ന് പറയണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ദേശീയ ഭാഗവത്തിലൊക്കെ വളരെ വിസ്തരിച്ചിട്ട് പറയും. എന്താ? ഗാം കാഞ്ചനം ഗുണവദ്ദാമൃഷ്ടം തഥാന്നപേയം ഉദവാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാൻ തുരകാൻ ഗജാൻ വാരഥാം തദർഹത്തമസം പ്രതീക്ഷ. ഗാം വാഞ്ചനം ഗുണവദ്ദാമൃഷ്ടാം, അവിടെ സ്വർണം, ആന, കുതിര, തേര്, പശു. ഗാം പശു, കാഞ്ചനം സ്വർണം, ഗുണവദ്ദാമൃഷ്ടം മൃഷ്ടാന്നം വേണോ ഭക്ഷണം കഴിക്കാൻ, അന്നപേയം കുടിക്കാനോ ഭക്ഷിക്കാനോ വേണോ, വിപ്ര കന്യാം, പിന്നെ കന്യ വേണോ, കന്യമാരെ അതാണോ ആവശ്യം, ഗ്രാമാൻ സമൃദ്ധാൻ ധാരാളം ഗ്രാമങ്ങൾ വേണോ, തുരകാൻ എന്ന് പറഞ്ഞാലോ കുതിര, ഗജ എന്ന് പറഞ്ഞാലോ ആന, സഞ്ചരിക്കാൻ രഥം, തേര് അങ്ങേക്ക് വേണോ, രഥാം. കൊടുക്കുക അണച്ചാൽ ആർക്കാ കൊടുക്കേണ്ടതറിയോ? അർഹതയുള്ളവർക്ക് കൊടുക്കണം. അർഹതയില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ധാരാളം കാശുള്ള ഒരാൾ കുറച്ച് വേണോ ചോദിച്ചാൽ, അല്ലെങ്കിൽ വേസ്റ്റ് ഊണയിച്ച് പോകണ ഒരാളോട് കുറച്ച് ഊണയിക്കണമെന്ന് ചോദിച്ചാൽ അയാൾക്ക് വല്ല വിലയുണ്ടാവും. അപ്പം ചോറ് ആർക്ക് കൊടുക്കണം? വേശിക്കണവർക്ക് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. അതുപോലെ അർഹതയുള്ള ആൾക്കല്ലേ കൊടുക്കേണ്ടതാണ് അർഹത്തമ. എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അങ്ങേ പോലുള്ളവർക്കല്ലേ തരേണ്ടത്. ബ്രഹ്മചാരിക്കാണോ കൊടുക്കേണ്ടത്? ബ്രഹ്മചാരി കയ്യിലൊന്നും ഉണ്ടാവില്ല, അധികം സമ്പത്തോ സ്വത്തോ ഒന്നും ഉണ്ടാവില്ലല്ലോ. മാത്രമല്ല കൊടുത്താൽ നല്ല അനുഗ്രഹം കിട്ടും ചെയ്യും. ബ്രഹ്മ തേജസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അങ്ങേക്കല്ലേ തരേണ്ടത്, വേറെ ആർക്കെങ്കിലും ഒന്നും അല്ലല്ലോ കൊടുക്കേണ്ടത്. മത്തക്കിന്തേ സമബലക്ഷിതം, എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഏ വിപ്രസൂനോ വധ, അല്ലയോ ബ്രാഹ്മണകുമാര പറയൂ, ബ്രാഹ്മണക്കുട്ടി നീ പറയൂ. വിത്തം ഭക്തം ഭവനമവനിയും, ധനം വേണോ, ഭക്ഷണം വേണോ, വീട് വേണോ, ഭൂമി വേണോ, സർവം പ്രസാദ്യേ, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ചക്രവർത്തിയാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. കിട്ടുമോ എന്നുള്ള സംശയം വേണ്ട, കിട്ടിയിരിക്കും, ഉറപ്പ് കൊടുക്കുക. അങ്ങേപ്പോലുള്ളവർക്ക് തരണതാണ് അർഹത്തമ. ഭാഗവത്തിൽ അർഹത്തമ എന്ന് വെച്ചു. വിത്തം ഭക്തം ഭവനമവനിയും വാപി സർവം പ്രസാദ്യേ. അക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യക്ഷോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിതത്വം സർവം ദേഹീത് നിഗതിതേ കസ്യഹാസ്യം നവസ്യാത്. ഈ അക്ഷീണമായിരിക്കുന്ന ബലിഗിരമുപാകർണ്യ, ഒരു പതറിച്ചില്ലാണ്ട് എന്തു വേണമെങ്കിലും തരാം എന്ന് പറയുന്ന ഒരാളെ താൻ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കണം? ഇതിനൊന്നുമല്ല വന്നിരിക്കണം. മഹാബലിയിൽ നിന്ന് സ്വർഗം വീണ്ടെടുക്കണം. അതിപ്പോൾ വേണ്ട പോലെ അതേപോലെ പറയാൻ പറ്റുമോ? ചതി പ്രയോഗിച്ചിട്ടാണ് 2 അടി കൊണ്ട് 3 അടി അളന്ന് ചതിക്കുക പോവാൻ പോണ കാര്യം ചതിക്കില്ല. അപ്പം അതെന്തിനാ ചെയ്തത്? ഇവിടെ പറയണ കാരുണ്യപൂർണോപി, ഇത്ര കാരുണ്യം. ആ കാരുണ്യം വേണച്ചാൽ എങ്ങോട്ടും കൊടുക്കുക കേട്ടോ. ഈ ബ്രഹ്മചാരിക്ക് ഈ മഹാബലിയോടുള്ള കാരുണ്യം ആവാം, അങ്ങ് തിരിച്ചു ആവാം. കാരുണ്യപൂർണോപി, നിന്തിരുവടി കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ഭഗവാന് മഹാബലിയോട് കാരുണ്യം ഇല്ല എന്നില്ല, അങ്ങനെ എടുക്കാം. മഹാബലിക്ക് ഭഗവാനോടുള്ള കാരുണ്യം ആക്കാം വേണമെങ്കിൽ. കാരുണ്യപൂർണോപി, ഇങ്ങോട്ട് ഇത്ര കാരുണ്യം കാണിച്ചൊരാളെ ശിക്ഷിക്കാൻ പറ്റുമോ? അങ്ങോട്ട് കാരുണ്യം ഇല്ലാത്ത ആളാണോ ഭഗവാൻ? അതുമല്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ ശിക്ഷ നടക്കുക? അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നാണെങ്കിൽ, അസ്യോത്സേകം ശമയിതുമന, ലേശൊരു അഹങ്കാരം അവനുണ്ട്, അതൊന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊരു വക്രഗതി പ്രയോഗിച്ചു. ഭൂമിം പാദത്രയ പരിമിതാം, 3 അടി മണ്ണ് എനിക്ക് വേണം. ഈ ചോദിച്ച കാര്യങ്ങളൊന്നും മഹാബലേ എനിക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ എന്തേ വേണ്ടു? ഭൂമിം പാദത്രയ പരിമിതാം, 3 അടി മണ്ണാണ് തപസ് ചെയ്യാൻ എനിക്ക് വേണ്ടത്.
വേറൊന്നും ആവശ്യമില്ല. ആലോചിച്ച് നോക്കിയാൽ ബ്രഹ്മചാരികൾ അങ്ങനെ ആവണം എന്നാണ്. ഈ തപസ്സികൾക്കൊന്നും ലൗകിക പദാർത്ഥങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇനി അഥവാ വല്ലേറ്റിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ലോകപ്രതിപത്തി വിടാനായിരിക്കും. നാരദൻ്റെ കയ്യിലൊരു വീണയുണ്ടായിരുന്നു. ചിലർ ചോദിക്കും, വീണയോടും സംഗീതത്തോടും നാരദന് താല്പര്യമുണ്ടോ? ഇല്ല. അത് കൂടെ മീട്ടണതൊക്കെ എന്താണ്? ഈശ്വര കീർത്തനങ്ങളാണ്. അല്ലാത്ത സംഗീതം നാരദൻ്റെ വീണയെന്ന് കേൾക്കില്ല. അപ്പം എന്തിനോടെങ്കിലും താല്പര്യം ഉണ്ടായാൽ അതെന്തിനായിട്ട് മാറും? അതും ഈശ്വരനിലേക്ക് എത്തി താല്പര്യം ഇല്ലാണ്ടേക്കാനാവും. അപ്പം അതുകൊണ്ട് ഇവിടെ പറയണം, ഭൂമിയും പാദത്രയപരിമിതാം. ഒരു ഭാഗത്തിരുന്നിട്ട് തപസ് ചെയ്യുക. ഈ ലോകത്തിലത്തെ നശ്വര കാര്യങ്ങളുടെ പിന്നാലെ മനസ്സിനെ കൊണ്ടുപോകാതെ, അത് വേണം ഇത് വേണം ഇങ്ങനെയൊന്നും ആഗ്രഹം ഇല്ലാതെ 3 അടി മണ്ണ് പ്രാർത്ഥയാമാസി തത്വം. 3 അടി മണ്ണ് ആണ് എനിക്ക് വേണ്ടത്. ഈ ചോദിച്ചതൊന്നും എനിക്ക് വേണ്ട. സർവം ദേഹീതു നിഗതിതേ കസ്യകാത്യന്നവാസ്യാൽ. ഒക്കെ വേണം എന്ന് ഒരാളോട് പറഞ്ഞാൽ അത് പരിഹാസ്യമല്ലേ? എല്ലാം തരാം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കലുണ്ടോ? അപ്പം അത് പരിഹാസ്യമാണ് എന്ന് വിചാരിച്ചിട്ടാണോ നിശ്ചല്യ എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി എന്ന് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ചോദിച്ചു എന്ന് പറയണം. ഭൂമിയും പാദത്രയ പരിമിതാം. എൻ്റെ കാലുകൊണ്ട് അളന്നിട്ട് എന്നുണ്ട് അവിടെ വിവക്ഷ. അങ്ങനെ എനിക്ക് വേണ്ടു എന്നാണ് പറഞ്ഞത്. പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ. എൻ്റെ ഈ കാലുണ്ടല്ലോ, ചെറിയ കാലാണ്. ബ്രഹ്മചാരി 5 വയസ്സ് പ്രായം എത്ര ഉണ്ടാവുക കാലടി? പദാനി ത്രീണി പതീനി ദൈത്യേന്ദ്ര. ദൈത്യേന്ദ്ര സംവിധാനി പദാമമ. എൻ്റെ കാലുകൊണ്ട് അളന്നിട്ട് ഒരു 3 അടി മണ്ണ് എനിക്ക് വേണം. അവിടെ ആദ്യം വിളിച്ചത് ബ്രഹ്മൻ എന്നാണ്. സ്വാഗതം തേ ബ്രഹ്മൻ എന്ന് വിളിച്ചു. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിങ്കരവാമതേ. ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് കഴിഞ്ഞപ്പോൾ യദ്യത് വടോ വാഞ്ചസി എന്നായി സംബോധന. വടോ, ബ്രാഹ്മണക്കുട്ടി. ലേശം ഒന്നിങ്ങനെ ബഹുമാനം കുറഞ്ഞോ സംശയം. പക്ഷെ അപ്പോഴും ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പായില്ല. വടോ എന്ന് വിളിച്ചതിനൊക്കെ ഒരാളുടെ ധനം മുഴുവൻ തട്ടിപ്പറിച്ച് ജപ്തി ചെയ്യണ പോലെയല്ലേ? കുറച്ചും കൂടി കാരണം ഉണ്ടാവണം എന്നങ്ങനെ വിചാരിച്ചപ്പോഴാണ് 3 അടി മണ്ണ് ചോദിച്ചത്. അപ്പോഴോ കാരണം കിട്ടി. അഹോ ബ്രാഹ്മണദായാദ. ബ്രാഹ്മണക്കുട്ടി, എനക്കൊന്നും അറിയില്ല കേട്ടോ. ഒന്നും അറിയാത്തൊരു വിഡ്ഢിയാണ് നീ ഭഗവാനോടാ പറയണത്. എൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയെന്നാ അപ്പം നീ കരുതിയേ? എവിടേക്കോ വ്യാപിച്ച് കിടക്കുന്നു, ത്രിലോകം അങ്ങനത്തെ എന്നോട് 3 അടി മണ്ണോ എന്നങ്ങനെ ചോദിച്ച് ആ 3 അടി മണ്ണ് പോലും കൊടുക്കാൻ പറ്റാതെ മഹാബലിയെ സുതലത്തിലേക്ക് അയക്കുകയാണ്, പാതാളത്തിലേക്കല്ല. അതാണ് തുടർന്നുള്ള ഘട്ടങ്ങൾ. താം അക്ഷീണാം ബലിഗിരമുപാകർണ്യ. ബലിയുടെ വാക്ക് കേട്ടിട്ട് കാരുണ്യപൂർണോപൽസോത്സേകം ശമയിതും. കാരുണ്യമുണ്ടായിട്ടും ഉത്സേകം അഹങ്കാരം ശമിപ്പിക്കാൻ ദൈത്യവംശം പ്രശംസൻ. അസുരവംശത്തെ ഒന്നങ്ങനെ പ്രശംസിച്ചു. ഹിരണ്യശിബു, ഹിരണ്യാക്ഷൻ മുതലായിട്ടവരൊക്കെ ഉള്ള ശ്രേഷ്ഠമായിട്ടുള്ള വംശമാണ് മഹാബലി എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഭൂമിയും പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിതത്വം. എനിക്ക് 3 അടി മണ്ണേ വേണ്ടൂ എന്ന് ചോദിച്ചു. സർവം ദേഹീത് നിഗതി. ഒക്കെ വേണം എന്ന് ആരെങ്കിലും പറയലുണ്ടോ? അത്രയും നോക്കി വേണ്ട കേട്ടോ, ഇത്ര മതി എന്നല്ലേ പറയുക. ഭൂമിയും പാദത്രയപരിമിതാം സർവം ദേഹീതു നിഗതിതേ കസ്യകാസ്യന്നവാസ. അത് പരിഹാസ്യവും. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.